ഇന്നത്തെ യാത്ര കാൻറ്റർബറിയിലേക്കാണ്. കാൻറ്റർബറി ഇംഗ്ലണ്ടിലെ കെൻറ്റ് കൗണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കത്തീഡ്രൽ നഗരമാണ് കാൻറ്റർബറി. സെൻറ്റ് അഗസ്റ്റിൻസ് അബിയും സെൻറ്റ് മാർട്ടിൻസ് ചർച്ചും ഗ്രേ സ്റ്റോർ നദിയും പിന്നെ ഇംഗ്ലണ്ടിൽ അവശേഷിക്കുന്ന ഏറ്റവും വലിയ നഗര കവാടമായ വെസ്റ്റ് ഗേറ്റ് ടവറും എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ കാൻറ്റർബറി. കാൻറ്റർബറിയുടെ ചരിത്രം വളരെ സമ്പന്നവും പുരാതനവുമാണ്. റോമൻ കാലഘട്ടം. കാൻറ്റർബറിയുടെ ചരിത്രം നമുക്കറിയാവുന്ന രേഖകൾ പ്രകാരം റോമൻ അധിനിവേശത്തോടെയാണ് ആരംഭിക്കുന്നത്. AD 43 തദ്ദേശവാസികളായ ജനങ്ങളെ കീഴ്പ്പെടുത്തി റോമാക്കാർ ഇവിടെ ഒരു വാസസ്ഥലം സ്ഥാപിക്കുകയും അതിനവർ ദുരോവേർണം കാൻഡിയോക്കോറം എന്ന പേരും ഇടുകയും ചെയ്തു. ഈ നഗരം സൈനികപരമായും വ്യാപാരപരമായും എല്ലാം തന്നെ റോമാക്കാർക്ക് വളരെ പ്രാധാന്യപ്പെട്ടതായിരുന്നു. ഭൂമിശാസ്ത്രപരമായ കിടപ്പ് തന്നെയായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണവും. നമുക്കറിയാവുന്ന കാൻറ്റർബറിയുടെ ചരിത്രം അവിടെ നിന്നും ആരംഭിക്കുകയായി. പിന്നീടുള്ള ആംഗ്ലോ സാക്സൺ കാലഘട്ടം വളരെ നൂറ്റാണ്ടുകൾ നീളുന്ന റോമൻ അധിനിവേശങ്ങൾക്കും പിന്നീടുള്ള അവരുടെ പിന്മാറ്റത്തിനും ശേഷം ജൂട്ട്, ജാക്സൺ തുടങ്ങിയ ജർമ്മൻ ഗോത്രങ്ങളാണ് കാൻറ്റർബറിയിൽ അധിനിവേശം സ്ഥാപിച്ചത്. ഏകദേശം AD 600 ഈ നഗരം കാൻവാർബ്രോ, അതായത് കെൻറ്റിലെ ജനങ്ങളുടെ കോട്ട എന്നർത്ഥമുള്ള ഒരു പേരിലേക്ക് മാറുകയും പിന്നീട് ലോപിച്ച് കാൻറ്റർബറിയായി മാറുകയും ചെയ്തു. പിന്നീട് ഈ കാൻറ്റർബറി കെൻറ്റ് രാജവംശത്തിൻ്റെ തലസ്ഥാനവുമായി മാറി. കാൻറ്റർബറിയെപ്പറ്റി പറയുമ്പോൾ കാൻറ്റർബറിയിലെ ജലഗതാഗതത്തെപ്പറ്റി പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് മാത്രമല്ല, പറയുക തന്നെ വേണം. കാൻറ്റർബറി നാവിഗേഷൻ എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് കാൻറ്റർബറിയിലെ കനാൽ സംവിധാനങ്ങളെപ്പറ്റിയാണ്. ആ കനാൽ സംവിധാനങ്ങൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതുമാണ്. പുരാതന റോമൻ കാലഘട്ടങ്ങളിലും അധിനിവേശ മധ്യകാലഘട്ടങ്ങളിലുമെല്ലാം ഗ്രേ സ്റ്റോർ നദി ഒരു പ്രധാന ജലഗതാഗത മാർഗമായിരുന്നു. കാൻറ്റർബറിയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ നദി ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നദികളിലൂടെയായിരുന്നു പ്രധാന ചരക്കു നീക്കങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത്. അന്ന് നഗരത്തിന് തന്നെ വളരെ അടുത്തുള്ള ഫോർഡ്വിച്ച് ഒരു പ്രധാന തുറമുഖമായി മാറിയിരുന്നു എന്നതും ചരിത്രം. ആ കാലഘട്ടത്തിൽ കാൻറ്റർബറിയിൽ നിന്നും കടലിലേക്ക്